വേഷങ്ങളുടെ വൈവിധ്യത്താൽ വിസ്മയിപ്പിക്കുകയാണ് സമീപകാല സിനിമയിൽ മമ്മൂട്ടി. അതിനാൽ മമ്മൂട്ടി നായകനായ ഓരോ പുതിയ സിനിമയുടെ പ്രഖ്യാപനവും ആകാംക്ഷ ഉണർത്തുന്നതാണ്. ഗൗതം വാസുദേവ് മേനോന്റെ മമ്മൂട്ടി ചിത്രം ലോഞ്ച് ചെയ്തു. മമ്മൂട്ടിയും ഗൗതം മേനോനും ഒന്നിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ നേരത്തെ നടന്നിരുന്നു. ആ അഭ്യൂഹങ്ങൾക്ക് തിരശ്ശീല വീഴുകയും ചെയ്തു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലെ കാസ്റ്റിംഗ് സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ ലോകത്ത് സജീവമാണ്. അക്കൂട്ടത്തിൽ നായികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മമ്മൂട്ടിയുടെ നായികയായി നയൻതാര എത്തുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രത്തിൽ നയൻതാര ഉണ്ടാകുമെന്ന തരത്തിൽ നേരത്തെയും വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ലേഡി സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി വീണ്ടും എത്തുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ രാപ്പകൽ, തസ്കരവീരൻ, ഭാസ്കർ ദ റാസ്കൽ, പുതിയ നിയമം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻസും ഒന്നിക്കുന്ന സിനിമ കൂടിയാവും ഇത്. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ നിർമ്മാണ ചിത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് വിവരം. അതേസമയം ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ധ്രുവ നക്ഷത്രമാണ് ഗൗതം വാസുദേവിൻ്റെതായി റിലീസ് കാത്തിരിക്കുന്ന ചിത്രം. വിക്രമാണ് നായകൻ. പലതവണ റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു ഈ ചിത്രത്തിൻ്റേത്. അന്നപൂരണി എന്ന ചിത്രമാണ് നയൻതാരയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്. എന്നാൽ കന്നഡ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ രുക്മിണി വാസന്ത് ചിത്രത്തിലെ നായികയാവുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിക്ക് പുറമെ ഗോകുൽ സുരേഷ്, ലെന, ജഗദീഷ്, ആദം സാബിക് എന്നിവരാണ് മറ്റ് താരങ്ങൾ. ഈ വർഷം അവസാനമോ അടുത്ത വർഷം തുടക്കത്തിലോ ഈ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.